നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ അറസ്റ്റ് ഭയന്ന് കടകംപള്ളി മുങ്ങിയെന്നാണ് സൂചന. അതീവ രഹസ്യമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ പൊരുത്തക്കേടുകൾ ഉള്ളതിനാലാണ് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇപ്പോൾ കഴക്കൂട്ടം MLA-യും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് കടകംപള്ളി. 3 മാസക്കാലമായി തുടരുന്ന SIT-യുടെ അന്വേഷണം സർക്കാരിലേക്ക് നീളും എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഇതോടെ അറസ്റ്റ് ഭയന്ന് കടകംപള്ളി സുരേന്ദ്രൻ വിശാഖപട്ടണത്തേക്ക് കടന്നു എന്നാണ് അറിയാനാവുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അന്വേഷണത്തിൽ തെളിയുന്നത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അറിവ്, ഏതെങ്കിലും തരത്തിൽ അതിൽ ഇടപെട്ടിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് SIT ഉന്നയിച്ചത്. ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിലടക്കം പോറ്റിയെ അറിയാമെങ്കിലും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്ന നിലപാടിൽ കടകംപള്ളി ഉറച്ചുനിന്നു. പോറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കടകംപള്ളി നൽകിയ മറുപടിയിൽ അവ്യക്തതയുണ്ട് എന്നും വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും എന്നുമാണ് SIT നൽകുന്ന സൂചന. പോറ്റിക്ക് സഹായം ചെയ്യാൻ അപേക്ഷയ്ക്ക് മുകളിൽ എഴുതിയത് ഒരു സാധാരണ നടപടിക്രമമാണോ എന്ന് SITക്ക് സംശയമുണ്ട്. പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അവ്യക്തതയുണ്ട്. സ്വർണ്ണക്കൊള്ളയ്ക്കായി ബോർഡ് ഒന്നടങ്കം ഗൂഢാലോചന നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. കടകംപള്ളി ദേവസ്വം മന്ത്രിയായിരിക്കെ നടന്ന സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിനും അറിവുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. കടകംപള്ളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പത്മകുമാർ, പോറ്റി അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യും. കഴക്കൂട്ടം മണ്ഡലത്തിൽ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ വീടുകൾ നിർമ്മിച്ചിരുന്നതിനെക്കുറിച്ചും അന്വേഷണത്തിലുണ്ട്. അതേസമയം അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയെന്നാണ് സൂചന. പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ മൊഴി പുറത്തു വന്നു എന്നും സൂചനയുണ്ട്. ശബരിമലയിൽ നടന്നത് സമാനതകളില്ലാത്ത പകൽക്കൊള്ള തന്നെയാണ്. ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ ശൈവ വൈഷ്ണവ രൂപങ്ങളടക്കം ശ്രീത്വം തുളുമ്പുന്ന അമൂല്യമായ ചെറു വിഗ്രഹങ്ങളും ഉപദേവതാലയങ്ങളിലെ സ്വർണവും കടത്തിയെന്നാണ് സംശയം. ശ്രീകോവിലിൽ കൂടുതൽ കൊള്ള നടന്നിട്ടുണ്ടോ എന്നാണ് SIT ഇപ്പോൾ പരിശോധിക്കുന്നത്. അറ്റകുറ്റപ്പണി ചെയ്ത് മിനുസപ്പെടുത്താൻ എന്ന പേരിൽ ശ്രീകോവിലിന് മുകളിൽ സർവ്വ പൂജകളും നടത്തി പ്രതിഷ്ഠ പോലെ പവിത്രമായി സ്ഥാപിച്ച താഴികക്കുടങ്ങൾ ഇളക്കിയെടുത്ത് പമ്പ വരെ കൊണ്ടുപോയതായി SITക്ക് വിവരം ലഭിച്ചു. അതേസമയം സ്വർണ്ണപ്പാളികൾ പോറ്റിക്ക് നൽകിയതിലെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമല്ല എന്നും സർക്കാരിനും ഇക്കാര്യം അറിയാമായിരുന്നുവെന്നുമാണ് പത്മകുമാറിന്റെ മൊഴി. ബോർഡിന് മാത്രമല്ല സർക്കാരിനും പോറ്റി അപേക്ഷ നൽകിയിരുന്നു. പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കാനും ആവശ്യമായ സഹായം ചെയ്യാനും സർക്കാർ നിർദ്ദേശിച്ചു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ബോർഡ് തീരുമാനമെടുത്തത്. ഇതോടെ കടകംപള്ളിയുടെ അറസ്റ്റ് അനിവാര്യമാകുകയാണ്. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചുവെന്നാണ് സൂചന.